നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ സഖ്യകക്ഷികൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് ഇടതുപക്ഷ കക്ഷികളുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പല കാര്യങ്ങളിലും പുതുമ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത്, കഴിഞ്ഞ തവണ കോൺഗ്രസിന് മത്സരിക്കാൻ കൊടുത്ത സീറ്റുകൾ, അതിൽ വലിയ തോതിൽ അതൃപ്തരായിരുന്നു എങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം പിന്നീട് മയപ്പെടുകയാണ് ചെയ്തത്. മന്ത്രിസഭയിൽ പോലും 18 MLA-മാരുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളിൽ ആരും തന്നെ അതിലേക്ക് കടന്നു വന്നില്ല. 2011 ശേഷം പിന്നീട് കോൺഗ്രസും DMK പലതവണയും പല പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉണ്ടായിട്ടും വലിയ തോതിൽ അകൽച്ചയിലായിരുന്നിട്ടും പല കാരണങ്ങളാലും BJPയുടെ ഇടപെടൽ അല്ലെങ്കിൽ BJPയുടെ കടന്നുവരവിനെ തടയാൻ അവർ ഒന്നിക്കുകയാണ് ചെയ്തത്. ഇക്കുറിയും ഇടത് പാർട്ടികളെക്കാൾ ശക്തമായി BJPയുമായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും കൂടാൻ അല്ലെങ്കിൽ ഒരു രീതിയിലും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത ശക്തരായ സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടാനാണ് ശ്രമിക്കുന്നത്. അതിൽ തമിഴക വെട്രിക്കഴകത്തെ എങ്ങനെ വെട്ടാം എന്നുള്ളത് പുകഞ്ഞാലോചിക്കുകയാണ് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും കനിമൊഴിയും ഒക്കെ. ഇവിടെ എടുത്തു പറയേണ്ടത്, കോൺഗ്രസ് നേതൃത്വത്തിന് 40 മുതൽ 45 വരെ സീറ്റുകൾ കൊടുക്കുകയും CPIM, CPI തുടങ്ങിയ ഇടതുപക്ഷ പാർട്ടികൾക്ക് എല്ലാം കൂടിയായി മൊത്തം 10 സീറ്റുകൾ നൽകി അവർക്ക് നിലവിലുള്ള സീറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIMൻ്റെ സീറ്റായിട്ടുള്ള കോയമ്പത്തൂർ എന്തുകൊണ്ടാണ് അവിടെ നിന്നും പിടിച്ച് DMK തന്നെ മത്സരിച്ച് അവിടെ വിജയിച്ചത്? അതിന് കാരണമായത് CPIMൻ്റെ വോട്ട് ഷെയർ എത്രയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് DMK വോട്ടുകൾ തന്നെയാണ്. CPIM കേഡർ സ്വഭാവം കേരളത്തിൽ മാത്രമേ ഈ ഇന്ത്യ തന്നെ ഒട്ടാകെ പരിശോധിച്ചാലുള്ളൂ. അല്ലാതെ ഒരു മരുന്നിന് പോലും ബാക്കി ഒരു സംസ്ഥാനത്തും ഇല്ല. അവർക്കാകെ പറയാൻ കഴിയുന്നത് ഇപ്പോഴും ത്രിപുരയിൽ കുറച്ച് മേഖലയിലൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയിൽ നുഴഞ്ഞു കയറി അതിനകത്ത് എല്ലാ നേട്ടങ്ങളും കൊയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്നാൽ കോൺഗ്രസിനെ അള്ളുവയ്ക്കാൻ ശ്രമിക്കുന്ന സഖ്യകക്ഷികൾ പലരുമുണ്ട്. അതിൽ ഒന്ന് ആം ആദ്മി ആയിരുന്നു, മറ്റൊന്ന് എന്നത് CPIM തന്നെയാണ്. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ലോക്സഭയിൽ നോക്കിയാൽ DMKയുടെ സഖ്യകക്ഷിയായ കോൺഗ്രസിന് തമിഴ്നാട്ടിൽ നിന്നുമായി മാത്രം 9ഓളം സീറ്റുകൾ ലഭിച്ചു. ഈ കണക്കുകൾ കൂടി നോക്കുമ്പോൾ 54 സീറ്റുകൾക്ക് യോഗ്യതയുണ്ട് എന്ന അവരുടെ ആവശ്യം ന്യായമാണ് എന്നുള്ളത് തന്നെയാണ് സ്റ്റാലിനും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഏത് സമരത്തിലും മുൻപന്തിയിൽ DMKയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ കോൺഗ്രസേ ഉള്ളൂ. മറ്റുള്ളവർ സീറ്റ് വീതം വയ്ക്കുമ്പോൾ മാത്രമാണ് ഓടി വന്ന് പരിചയം പുതുക്കുന്നത് എന്ന് പരിഹാസരൂപേണ DMKയുടെ പല മന്ത്രിമാരും പല വേദികളിലും പ്രസംഗിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു എന്നതുകൂടിയാണ്. തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് വളരെയധികം ക്രിസ്റ്റൽ ക്ലിയറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തമിഴക വെട്രിക്കഴകത്തെ BJP വിഴുങ്ങാൻ വേണ്ടിയുള്ള ശ്രമം, AIADMKയുടെ സ്പേസ് കൂടി പിടിച്ചെടുക്കാനുള്ള ശ്രമം, DMKയെ എതിർത്ത് എങ്ങനെയും അട്ടിമറി നടത്താനുള്ള ശ്രമം, ഇവിടെ DMKയ്ക്ക് കോൺഗ്രസിൻ്റെ തന്നെ കരുത്ത് ആവശ്യം വേണ്ടിവരും.